ഹലോ, വെൽക്കം ടു മൈ ചാനൽ. സോ ഇന്നത്തെ ഒരു ക്ലീനിങ് വ്ളോഗാണ് കേട്ടോ. നമ്മുടെ ഭയങ്കര ഡേർട്ടി ആയിട്ടുള്ളൊരു ഫ്രിഡ്ജ് ക്ലീനിങ്ങിൻ്റെ വ്ളോഗാണ് ഇത്. നമ്മുടെ അപ്പാർട്ട്മെൻറ്റിൽ കുറേ കാലങ്ങളായിട്ടുള്ള ഫ്രിഡ്ജാണ്. സോ ഇത് നമ്മളിന്ന് ക്ലീൻ ചെയ്യാൻ പോവാണ്. സോ നമുക്ക് കിട്ടിയപ്പോഴാണേലും വേറെ ഫ്രിഡ്ജ് വാങ്ങാനോ അല്ലെങ്കിൽ അത് വെക്കാനോ ഉള്ള സ്പേസ് ഇല്ലാത്തതുകൊണ്ട് ഇത് തന്നെയാണ് കേട്ടോ നമ്മൾ കീപ്പ് ചെയ്തത്. ഇതിൻ്റെ ഫ്രീസറിൻ്റെ അടപ്പൊക്കെ പോയി കിടക്കുകയാണ്, അതുപോലെ എഗ്ഗ് വയ്ക്കുന്ന ട്രേ എല്ലാം പോയി കിടക്കുന്നതാണ്, ഓൾറെഡി പോയി കിടന്നതാണ്. സോ ഓൾറെഡി അത് നമ്മൾ ഭയങ്കര മെസ്സായിട്ടായിരുന്നു നോക്കിയിട്ടുണ്ടായിരുന്നതും. അതുകൊണ്ട് അതൊക്കെ ഇന്ന് ക്ലിയർ ചെയ്ത് ഒന്ന് സെറ്റാക്കി എടുക്കാമെന്ന് വിചാരിച്ചു. സോ ഇത് ബേക്കിംഗ് സോഡയാണ് കേട്ടോ. ബേക്കിംഗ് സോഡ നമ്മൾ തിളപ്പിച്ച് ഒന്ന് സെറ്റാക്കി എടുത്താണ് ക്ലീനിങ്ങിന് വേണ്ടിയിട്ട്. അപ്പോൾ ആദ്യം നമുക്കിതിൻ്റെ സാധനങ്ങളൊക്കെ ക്ലിയർ ചെയ്തെടുക്കാം. എല്ലാം ഇതിൽ ഒരുപാട് ആവശ്യമില്ലാത്ത സാധനങ്ങളും ഒക്കെ ഉണ്ട് കേട്ടോ, അതൊക്കെ ക്ലിയർ ചെയ്തെടുക്കണം. അങ്ങനെ ഇത് മുളകൊക്കെ കണ്ടോ കാലങ്ങളായിട്ടിരിക്കുന്നതാണ്, അതൊക്കെ ക്ലിയർ ചെയ്തു നമ്മൾ. അത് കഴിഞ്ഞിട്ട് നമുക്കിതിൽ ഓരോ ട്രേ ആയിട്ട് എടുത്തിട്ട് എല്ലാം നമുക്ക് ബേക്കിംഗ് സോഡ ഇട്ട് ക്ലീനാക്കി എടുക്കാം. എനിക്ക് ആദ്യം നമ്മുടെ വെജിറ്റബിൾസ് ഒക്കെ ഇടുന്ന ചെറിയ ചെറിയ ഓർഗനൈസേഴ്സ് ഉണ്ടായിരുന്നു. സോ അത് ഭയങ്കര ഇൻകൺവീനിയൻ്റ് ആയിട്ട് തോന്നി, കാരണം എടുക്കാനും പ്രയാസമാണ്. അതുപോലെ ഈ ചെറിയ ഫ്രിഡ്ജ് ആയതുകൊണ്ട് ഒരുപാട് സ്പേസ് എടുക്കുന്ന പോലെ എനിക്ക് തോന്നി. കണ്ടോ, ഇതാണ് നമ്മുടെ ഫ്രിഡ്ജിൻ്റെ അവസ്ഥ. ഒരുപാട് വൃത്തികേടുണ്ട് ആ ട്രെയിലും എല്ലാം ആയിട്ട്. പിന്നെ നമ്മൾ ഈ പാത്രമൊക്കെ അതേപടി എടുത്ത് ഫ്രിഡ്ജിലോട്ട് വയ്ക്കുന്നത് കൊണ്ട് അതിൻ്റെ ഒരു വൃത്തികേടുണ്ട്. സോ ഇതാണ് ഫ്രിഡ്ജ്. അപ്പം നമ്മളിതെല്ലാം മറ്റേ ഡിഷ് സോപ്പും ബേക്കിംഗ് സോഡയും കൂടെ ഒരുമിച്ച് മിക്സ് ചെയ്തിട്ട് അതിട്ടിട്ടാണ് കേട്ടോ കഴുകുന്നത്. അപ്പം നല്ല രീതിയിൽ ചെളിയൊക്കെ പോയി നീറ്റാവും. കുറച്ചുകൂടെ ഡിസിൻഫെക്റ്റൻ്റ് ആവാൻ ബേക്കിംഗ് സോഡയൊക്കെ യൂസ് ചെയ്യുന്നത് നല്ലതാണ്. സോ ഞാൻ ബേക്കിംഗ് സോഡ തുണി വാഷ് ചെയ്യുമ്പോഴാണേലും കുറച്ചൊക്കെ യൂസ് ചെയ്യാറുണ്ട് കേട്ടോ. അപ്പം ഇതെല്ലാം നമ്മളിങ്ങനെ കഴുകി ഉണങ്ങാൻ വെച്ചിട്ട് ഉണങ്ങി കഴിഞ്ഞിട്ടാണ് കേട്ടോ ഫ്രിഡ്ജിലെടുത്ത് വയ്ക്കുന്നത്. ഞാൻ കുറച്ചായിട്ട് വെജിറ്റബിൾസൊക്കെ നമുക്ക് പ്ലാസ്റ്റിക് കവർ കിട്ടുമല്ലോ, അത് അതേപടിയായിരുന്നു വച്ചിരുന്നത്. കാരണം പ്ലാസ്റ്റിക് കവേഴ്സിലിരിക്കുമ്പോഴത്തേക്കും കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടിരിക്കുന്ന പോലെ തോന്നി. ഞാൻ പിന്നെ സിപ്പ് ലോക്ക് കവർ ഇപ്പോൾ ഓർഡർ ചെയ്തിട്ടുണ്ട്. സോ അതിലാണ് ഇനി ഞാൻ അറേഞ്ച് ചെയ്യാൻ പോകുന്നത്. അതുപോലെ ഈ ഫ്രിഡ്ജ് ക്ലീൻ ചെയ്യുമ്പോൾ നിങ്ങൾ ഫ്രിഡ്ജ് ഓഫ് ചെയ്തിട്ട് ക്ലീൻ ചെയ്യണം കേട്ടോ, ഇല്ലെങ്കിൽ ഷോക്ക് അടിക്കാനുള്ള ചാൻസ് നല്ല രീതിയിലുണ്ട്. പ്രത്യേകിച്ച് ഈ പഴയ ഫ്രിഡ്ജസൊക്കെ നല്ല രീതിയിൽ ഷോക്ക് അടിക്കാൻ ചാൻസ് ഉണ്ട്. ഞാൻ ആദ്യം ഇത് വിട്ടുപോയി, അതുകൊണ്ടാണ് കേട്ടോ ഞാൻ എടുത്തു പറഞ്ഞത്. അതുപോലെ നമ്മൾ ഈ സൈഡിലത്തെ എല്ലാം നീറ്റാക്കി അവിടെ എല്ലാം ബേക്കിംഗ് സോഡയൊക്കെ വെച്ച് ക്ലിയർ ചെയ്തെടുക്കുന്നുണ്ട്. സോ നമ്മളങ്ങനെ ഫ്രിഡ്ജ് കംപ്ലീറ്റ്ലി ക്ലീൻ ആക്കിയിട്ടുണ്ട്. കുറച്ച് കറയൊക്കെ ഉണ്ട് കേട്ടോ, അത് ഭയങ്കര സ്റ്റബേണായിട്ടുള്ള കറയാണ്. വർഷങ്ങളായിട്ടുള്ള ഫ്രിഡ്ജ് ആയതുകൊണ്ട് അത് പോകാൻ ഭയങ്കര പാടാണ്. പിന്നെ നമ്മൾ ഈ ഉണങ്ങിയ ട്രേ എല്ലാം എടുത്ത് ഓർഗനൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ ഈ സിപ്പ് ലോക്ക് ബാഗ് മേടിച്ചിട്ടുള്ള സെപ്റ്റോയിൽ നിന്നായിരുന്നു കേട്ടോ വെജിറ്റബിൾസും ഫ്രൂട്ട്സും ഒക്കെ ഓർഗനൈസ് ചെയ്ത് വയ്ക്കാനായിട്ട്. 123 രൂപയായിരുന്നു. അപ്പോൾ ഡെലിവറിയും കൂടി അതിലും കൂടുന്നുണ്ടായിരുന്നു. സോ എനിക്ക് 125 രൂപ സെപ്റ്റോ ക്യാഷ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഇട്ടിട്ട് പിന്നെ ഡെലിവറി ചാർജ് 100 രൂപയ്ക്ക് പൊക്കത്താണെങ്കിൽ ഫ്രീയോ അങ്ങനെ എന്തോ ഉണ്ടായിരുന്നു. എല്ലാം കൂടെ കൂട്ടി എനിക്കൊരു 9 രൂപയെ കൊടുക്കേണ്ടി വന്നുള്ളൂ കേട്ടോ നമുക്ക് ബാഗ് കിട്ടിയപ്പോഴത്തേക്കും. അതുകൊണ്ട് അത് ഭയങ്കര ലാഭമായിരുന്നു. ഞാൻ ഇവിടെ സൈഡിൽ സ്ക്രീൻ റെക്കോർഡ് കൊടുത്തിട്ടുണ്ട്. ഇതാണ് കേട്ടോ മറ്റേ നമ്മുടെ സെപ്റ്റോയിൽ നിന്ന് മേടിച്ച ബാഗ്. ഇത് മൈക്രോവേവ് സേഫാണ്. ഭയങ്കര ക്വാളിറ്റി ഉള്ള പ്ലാസ്റ്റിക് ബാഗാണ്. 15 എണ്ണമാണ് കേട്ടോ ഒരു പാക്കറ്റിലുള്ള. സൈഡിൽ കണ്ടോ 9 രൂപ എന്ന് എടുത്തേക്കണേ. ഇത് ഞാൻ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുള്ള കുറച്ച് പാത്രങ്ങളാണ് കേട്ടോ. നമ്മുടെ കറിയും എല്ലാം ഇടണമെങ്കിൽ ഇനി തൊട്ട് ഇതെടുക്കാമെന്ന് ഞാൻ വിചാരിച്ചു. കാരണം പാത്രം അതേപടി വയ്ക്കുമ്പം കുറച്ച് മെസ്സാവുന്ന പോലെ എനിക്ക് തോന്നി. അതുപോലെ ഇതൊരു ബോറോസിലിക്കേറ്റിൻ്റെ പാത്രമാണ് കേട്ടോ. ഇതും എനിക്ക് അത്യാവശ്യം നല്ല ഓഫറിൽ കിട്ടിയതാണ്. റിലയൻസിൽ നിന്നെങ്ങാണ്ടാണ് കേട്ടോ മേടിച്ചത്. സോ അപ്പോൾ ഫൈനലി നമ്മൾ ഫ്രിഡ്ജൊക്കെ ക്ലീൻ ചെയ്ത് ഓർഗനൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഫസ്റ്റത്തെ റോയിൽ ഞാൻ വെജിറ്റബിൾസും ഫ്രൂട്ട്സും ആണ് വെച്ചിട്ടുള്ളത്. കാരണം ഫ്രിഡ്ജ് ഭയങ്കര പഴയതായതുകൊണ്ട് ഇതിൻ്റെ കൂളിംഗ് ഒക്കെ താഴത്തേക്ക് വരുമ്പോൾ ഭയങ്കര കുറവാണ്. നിങ്ങളുടെ ഫ്രിഡ്ജിൽ അങ്ങനെ കുഴപ്പമില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ മറ്റേ വെജിറ്റബിൾ ട്രേയിൽ വെച്ചാൽ മതി കേട്ടോ, അതാണ് ഏറ്റവും നല്ലത്. കാരണം വെറുതെ സ്പേസ് കളയണ്ടല്ലോ. ഇതിപ്പോൾ ഞാൻ ഫ്രിഡ്ജ് ഒത്തിരി പഴയതായതുകൊണ്ട് കൂളിങ്ങിനൊക്കെ പ്രശ്നമുള്ളതുകൊണ്ട് ഇങ്ങനെ വെച്ചതാണ് കേട്ടോ. സോ ഇങ്ങനെ ഞാൻ സിപ്പ് ലോക്ക് ബാഗിലാക്കി ഫ്രണ്ടിലത്തെ ആ ഒരു ഫസ്റ്റ് റോ ഫുള്ള് അങ്ങനെയാണ് കേട്ടോ വച്ചേക്കുന്നത്. അതുപോലെ തന്നെ ഞാൻ ഈ സൈഡിൽ നമ്മുടെ തൈര്, അച്ചാർ അതെല്ലാം അങ്ങനെ തന്നെ വെച്ചിട്ടുണ്ട്. കാരണം എടുക്കാൻ എളുപ്പത്തിന് ആ ഒരു സൈഡിൽ ഞാൻ അങ്ങനത്തെ സാധനങ്ങളൊക്കെ വയ്ക്കാറ്. അത് ഞാൻ പിന്നെ വേറെ പാത്രത്തിലൊന്നും ആക്കിയില്ല, കാരണം വളരെ കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ. 2 ദിവസത്തേക്ക് കൂടെ ഉള്ളേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് ഞാൻ പിന്നെ അത് അങ്ങനെ തന്നെ വെച്ചു. പിന്നെ തേങ്ങ അതൊക്കെ ആ സൈഡിൽ തന്നെ വെച്ചു. പിന്നെ നമ്മുടെ വറ്റൽമുളക് അത് ഞാൻ ഇങ്ങനത്തെ ഒരു പാത്രത്തിലാക്കി. ഓൾറെഡി ഞാൻ അങ്ങനെയായിരുന്നു വെച്ചുകൊണ്ടിരുന്നത്. അതങ്ങനെ തന്നെ ഞാൻ ഫില്ല് ചെയ്ത് വെച്ചു. പിന്നെ താഴെ സോഡ ഒക്കെ ഉണ്ട്. പിന്നെ ചപ്പാത്തി, പാക്കറ്റ് ചപ്പാത്തി
അതുപോലെ മുട്ട അതെല്ലാം താഴത്തെ ആ ഒരു സ്പേസിൽ വെച്ചു കേട്ടോ. കാരണം വേറെ സ്പേസ് ഒത്തിരി എടുക്കാതിരിക്കാൻ വേണ്ടി ആ താഴെ ഇച്ചിരിയുള്ള സ്പേസിൽ തന്നെ വെച്ചു. പിന്നെ ബാക്കി നമുക്ക് 2 റോ നമുക്ക് കറിയും സംഭവങ്ങളൊക്കെ വയ്ക്കാനായിട്ട് അങ്ങനെ വെച്ചിട്ടുണ്ട്. പൊക്കത്ത് നമ്മൾ ഐസ്, ഫ്രഞ്ച് ഫ്രൈസിൻ്റെ അതൊക്കെ ആയിട്ട് അങ്ങനെ വെച്ചു കേട്ടോ. സോ ഇതാണ് നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ. സോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.